ചുരുങ്ങിയ സമയം കൊണ്ട് എത്താൻ കഴിയുക. തിരുവനന്തപുരത്ത് നിന്ന് 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താൻ കഴിയുക. തിരുവനന്തപുരത്ത് നിന്ന് 2 മണിക്കൂറിനുള്ളിലുള്ള സമയം കൊണ്ട് എറണാകുളത്ത് എത്താൻ കഴിയുക. ഇതൊക്കെ സ്വപ്നമല്ലാലോ, യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന കാര്യമാണല്ലോ. നിർഭാഗ്യവശാൽ അത്തരമൊരു കാര്യത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്നാണ് സർക്കാർ കണക്കാക്കിയിരുന്നത്. പക്ഷേ പദ്ധതിയുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകാൻ നോക്കിയപ്പോൾ ഭയങ്കര തടസ്സം. ചെറിയ തടസ്സമല്ല. ഏറ്റവും നിർഭാഗ്യകരമായ വശം, അത്തരമൊരു പദ്ധതി നടപ്പാക്കണമെങ്കിൽ റെയിൽവേയുടെ അനുമതി വേണം. റെയിൽവേയിൽപ്പെട്ടതാണ്. അത് അനുമതി നൽകാതിരുന്നു. അനുമതി കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഫലം ഇല്ല. അങ്ങനെ ഇതിന് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു ദിവസം ബഹുമാനായ ഇ. ശ്രീധരൻ, അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിൻ്റെ ടെക്നോക്രാറ്റ് രീതി മാത്രമല്ല, ഇന്നത്തെ കാലത്ത് അധികാര കേന്ദ്രങ്ങളിൽ നല്ല ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. അധികാര കേന്ദ്രം എന്ന് പറയുമ്പോൾ കേന്ദ്ര അധികാര കേന്ദ്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വരും എന്ന് അദ്ദേഹം അടക്കം പലരും പറഞ്ഞ കാര്യമായിരുന്നു. അത്തരത്തിലുള്ള ഒരാൾ വന്നു പറഞ്ഞു, ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ കൊടുത്തിട്ടുണ്ട്, അവരത് അംഗീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങളെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ അതിന് അംഗീകാരം ലഭിക്കും. പറഞ്ഞ സന്തോഷം. നമ്മൾ പറഞ്ഞ പദ്ധതി തന്നെ ആണെന്നില്ലല്ലോ, നമുക്ക് റെയിൽ വേണമെന്നല്ലേ ഉള്ളൂ. ഈ റെയിലിന് അദ്ദേഹം ഇടുന്ന പേര് അതിവേഗ റെയിൽ എന്നാണ്. നമ്മൾ വളരെ അധിക സ്പീഡല്ല നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ആവട്ടെ, ഏതായാലും ഞങ്ങൾ അംഗീകരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. കേന്ദ്ര റെയിൽവേ മന്ത്രിയെ ബന്ധപ്പെട്ടു. കേന്ദ്ര റെയിൽവേ മന്ത്രിയെ ആ ഘട്ടത്തിൽ എനിക്ക് പോയി കാണാൻ വിഷമമുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രതിനിധിയായി ശ്രീ KB തോമസ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം ഈ സദസ്സിലിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പോയി പ്രപ്പോസൽ ഒന്ന് കൊടുക്കണം, ഇവർക്ക് അംഗീകാരമാണെങ്കിൽ നമുക്ക് ഔദ്യോഗികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാം. അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ആവശ്യപ്പെട്ടൊരു കാര്യമില്ലല്ലോ. ഇത് കേന്ദ്ര ഗവൺമെൻറ് പ്രതികരണമെന്ന് അറിയണം. ഇത് കേന്ദ്രമന്ത്രിയെ പോയി കാണണം. അദ്ദേഹം പോയ പ്രപ്പോസൽ കൊടുത്തു. അതിന് മറുപടി ഉണ്ടായില്ല. നമ്മൾക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, കാരണം നമ്മുടെ നാടിൻ്റെ ആവശ്യമല്ലേ. അങ്ങനെ ഞാനൊരു ദിവസം ഡൽഹിയിൽ പോയി. ഇദ്ദേഹത്തെയും കൂട്ടി, ശ്രീ KB തോമസിനെയും കൂട്ടി ഈ കേന്ദ്രമന്ത്രിയെ കണ്ടു. ഇത് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഔപചാരികമായിട്ട് പ്രപ്പോസൽ തരും. അദ്ദേഹത്തിൻ്റെ മനസ്സിലേ അങ്ങനൊരു കാര്യം ഉള്ളതായിട്ടില്ല അപ്പോൾ സംസാരിക്കുമ്പോൾ. ഏതായാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ആ കടലാസുകൾ തരാം. കടലാസുകൾ കൊടുത്തു, നിങ്ങൾ മറുപടി തരണം എന്ന് പറഞ്ഞു. ഒരു മറുപടിയുമില്ല. ഇതാണ് അതിൻ്റേതായ അവസ്ഥ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഡൽഹി മീററ്റ് RRT എന്ന പുതിയൊരു യാത്രാ സൗകര്യം വന്നിട്ടുണ്ട്. അത് നമ്മുടെ മെട്രോയെ പോലെ തന്നെയാണ്, നല്ല സ്പീഡിൽ പോവുകയും ചെയ്യും. അത് നഗരകാര്യ വകുപ്പിൻ്റെ കയ്യിലാണ്. അപ്പോൾ നഗരകാര്യമന്ത്രി ഇവിടെ വന്നപ്പോൾ അദ്ദേഹവും ഞാനും കൂടി ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു.
അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനൊരു പദ്ധതി ഉണ്ടല്ലോ, നിങ്ങൾക്ക് അത് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ലേ? അദ്ദേഹം ആ യോഗത്തിൽ പരസ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രപ്പോസൽ തന്നാൽ ഞങ്ങൾ അംഗീകാരം തരാൻ തയ്യാറാണ്, നമുക്ക് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാം. ആ വാക്ക് നല്ല നിലക്ക് വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ്. അതിൽ ആവശ്യമായ സഹായം നൽകാമെന്നവർ പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ മന്ത്രിസഭാ യോഗം ഇപ്പോൾ തത്വത്തിൽ അംഗീകരിച്ച് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. അങ്ങനെ വന്നാൽ ഇനി വരുന്ന താമസമുണ്ട്, കുറച്ച് വർഷം എടുക്കും. എന്നാലും നമ്മുടെ ആഗ്രഹം നമുക്ക് പൂവണിയും എന്ന ഒരു നില, അതിലൊരു പ്രതീക്ഷ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് വേണമല്ലോ.